കടുത്ത വേനലിൽ വരൾച്ചാഭീതി നേരിടുകയാണ് വയനാട്. ജലസേചന സൗകര്യം നിലച്ചതോടെ കാർഷിക മേഖലയിൽ മാത്രം 25 കോടി രൂപയുടെ നഷ്ടം നേരിട്ടു. വയനാടിനെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന ശുപാർശയുമായി കൃഷിവകുപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ കളക്ടർക്കും സംസ്ഥാന കൃഷിവകുപ്പ് ഡയറക്ടർക്കും റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. മന്ത്രിതല സംഘം ജില്ല സന്ദർശിക്കണമെന്ന ആവശ്യമുയർത്തുകയാണ് ജനങ്ങൾ. വേനൽ അതിരൂക്ഷമായതോടെ ജില്ലയുടെ 90% മേഖലയും വരൾച്ചാ ഭീഷണിയിലാണ്. 2004 ശേഷം ഇത്രയും അധികം രൂക്ഷമായ വരൾച്ച ആദ്യമായാണെന്നും കർഷകർ പറയുന്നു. തെങ്ങോലയും കരിക്കും തേങ്ങയുമെല്ലാം ഉണങ്ങി വീഴുന്നു. കമുക് മഞ്ഞപ്പൂ വന്ന് കരിയുന്നു. കുലയത്താറായ വാഴകൾ ഉണങ്ങിയ അവസ്ഥയിൽ. കുരുമുളക് വള്ളികളും കരിഞ്ഞുണങ്ങി. ഇനിയും മഴ പെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള കൃഷി കൂടി കരിഞ്ഞുണങ്ങുമെന്ന് വിലപിക്കുകയാണ് കർഷകർ. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്തും കടം വാങ്ങിയും കൃഷിയിറക്കിയ കർഷകർക്കാണ് കാലാവസ്ഥ തിരിച്ചടിയായത്. ആത്മഹത്യയുടെ വക്കിലേക്കാണ്. ഓരോ വർഷം ചെല്ലുന്നതോറും കാലാവസ്ഥയിൽ മാറ്റം വരുന്നു. തന്നെ കർണാടകയുടെ കാലാവസ്ഥ നമുക്ക് കൊണ്ട് കയറി വരുന്നു. അതെല്ലാം വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ ഈ അവസരത്തിൽ കർഷകർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കാർഷിക മേഖലയിൽ നേരിടുന്നത് ജലസേചനം ഇല്ലാത്തതാണ്. ഞാനൊരു 1000 കവുങ്ങ് നട്ടതിൽ ഒരു 500 കരിഞ്ഞുണങ്ങി. ബാക്കി ഒരു 500 കൂടെ ഉണ്ട്. ഒരെങ്കിലും മഴ പെയ്തിട്ടില്ലെങ്കിൽ ബാക്കി ഈ 500 കൂടെ നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. ജലസേചന സൗകര്യം ഞങ്ങളുടെ കൃഷിയിടത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള നടപടികൾ ഗവൺമെൻറ് തലത്തിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. 100, 50, 200 രൂപ വെച്ച് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നുകൊണ്ട് മാത്രം ഇതിന് ഒരു പരിഹാരമാകുന്നില്ല. മറിച്ച് ജലസേചന സൗകര്യം എത്തിക്കുക. നമ്മുടെ കബനി നദി നമ്മുടെ ഇവിടുന്ന് 4 കിലോമീറ്റർ അകലെ ഒഴുകുന്നുണ്ട്. അവിടുന്ന് കൃഷി ഇടത്തിലേക്ക് ജലസേചന സൗകര്യം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കബനി നദിയും വറ്റിവരണ്ടതോടെ വയനാട്ടിലെ കുടിയേറ്റ മേഖലയായ മുള്ളംകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിലെ 235.8 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. ഇവിടങ്ങളിലെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി ആശ്രയിക്കുന്നത് കബനി നദിയെയാണ്. നദിയിലെ നീരൊഴുക്ക് കുറഞ്ഞതോടെ അടിത്തട്ടിലെ പാറക്കൂട്ടങ്ങൾ തെളിഞ്ഞു കാണുന്നു. പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതോടെ പമ്പിംഗ് ഏതു നിമിഷവും നിലയ്ക്കും. 2 പഞ്ചായത്തുകളിലേക്കുമായി പ്രതിദിനം 55 ലക്ഷം ലിറ്റർ വെള്ളമാണ് കബനിയിൽ നിന്നും എടുക്കുന്നത്. ബംഗളൂരുവിൽ ശുദ്ധജല വിതരണത്തിന് വെള്ളമൊഴുക്കിയതോടെയാണ് കബനി കാലിയായത്. കഴിഞ്ഞ മാസം 11 മുതലാണ് കബനി ജലം കാവേരിയിലേക്ക് തിരിച്ച് ടി നരസിപുര വഴി കൊല്ലകളിലെത്തിച്ച് അവിടെ നിന്നും ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. തുടക്കത്തിൽ 13,000 ക്യൂസെക്സ് ജലമാണ് തിരിച്ചത്. അതിപ്പോഴും 700-800 ക്യൂസെക്സായി തുടരുന്നു. ബീച്ചനഹള്ളി അണയുടെ റിസർവോയറിന്റെ മുകൾ ഭാഗമാണ് മരക്കടവ്. അണയിലെ വെള്ളം തുറന്നുവിടുന്നതോടെ ഈ ഭാഗത്തെ വെള്ളം വേഗം വലിഞ്ഞു. ഇനി മഴ പെയ്ത് അണക്കെട്ട് നിറയുമ്പോൾ മാത്രമാണ് മരക്കടവിലും കൊളവള്ളിയിലും വെള്ളമുണ്ടാവുക. കബനിയിലെ ജലം 250 കിലോമീറ്റർ അകലെ തലസ്ഥാനത്തെത്തിച്ച് ശുദ്ധജലമാക്കി വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കർണാടക ഉപയോഗപ്പെടുത്തുമ്പോൾ വയനാട്ടിലെ അതിർത്തി ഗ്രാമങ്ങളിലെ കൃഷിക്കും ശുദ്ധജല വിതരണത്തിനുമായി വെള്ളമെത്തിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇവിടെ ഇല്ലെന്നതാണ് വസ്തുത. വയനാട് ജില്ലയിൽ ഈ വർഷം 76% മൺസൂണിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത്രയേറെ വരൾച്ച ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. ഇതിനൊരു പരിഹാര മാർഗമെന്ന് പറയുന്നത് കാവേരി നദിയുടെ ട്രൈബ്യൂണലിൻ്റെ വിധിപ്രകാരം കേരളത്തിന് അനുവദിക്കപ്പെട്ട വയനാട്ടിൽ ശേഖരിക്കാൻ കഴിയുന്ന 21 TMC വെള്ളം ശേഖരിക്കാനുള്ള നടപടികളും അതുമായിട്ടുള്ള പ്രവൃത്തികളും മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കടുത്ത വരൾച്ചയെ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ. 21 TMC കാവേരി നദിയുടെ ട്രൈബ്യൂണൽ വിധിപ്രകാരം കേരളത്തിന് ലഭിച്ചുവെങ്കിലും നാളിതുവരെയായി വയനാട്ടിൽ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ട് 6 TMCയിൽ താഴെ മാത്രം വെള്ളമാണ്. അപ്പോൾ നമ്മുടെ കാവേരി നദിയുടെ ട്രൈബ്യൂണൽ വിധിക്ക് വേണ്ടി 16ഓളം പദ്ധതികൾ കടമാന്തോട്, നൂൽപ്പുഴ, ചൂണ്ടാലി പദ്ധതികളടക്കം ബാണാസുര, അതുപോലെ തന്നെ കാരാപ്പുഴ, അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ ചെറുകിട അണക്കെട്ടുകളിലൂടെ വെള്ളം ശേഖരിച്ച് മഴക്കാലത്ത് ശേഖരിക്കുകയും വേനൽക്കാലത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കടുത്ത വരൾച്ചയെ നമുക്ക് നേരിടാൻ കഴിയുള്ളൂ. കൃഷിവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരൾച്ച മൂലം കൃഷി നശിച്ച മേഖലകൾ നേരിട്ട് സന്ദർശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൃഷി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ കളക്ടർക്കും കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ച് കളക്ടറാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. കൃഷിവകുപ്പിന്റെ ശുപാർശയ്ക്കൊപ്പം റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും ജില്ലയെ വരൾച്ചാബാധിത മേഖലയായി പ്രഖ്യാപിക്കുക. ഈ പ്രഖ്യാപനം വന്നെങ്കിൽ മാത്രമേ വേനലിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമടക്കമുള്ള സഹായങ്ങൾ ലഭ്യമാകുകയുള്ളൂ. 2004 ശേഷം ഏറ്റവും കടുത്ത വരൾച്ച എന്ന് പറയുന്നത് ഈ പ്രാവശ്യമാണ്. 3-4 വർഷം നമ്മൾ പൊടിയൊക്കെ ഇട്ട് ഒരു ആദായം കിട്ടുന്ന സമയത്താണ്
ശരിക്ക് ഈ കൃഷിനാശം സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മളുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ആവശ്യമല്ല. ഈ പ്രദേശത്തെ മൊത്തം ആൾക്കാരിലും ഈ കൃഷിനാശം സംഭവിച്ചിട്ടുള്ളവർക്ക് അടിയന്തരമായിട്ട് അവർക്ക് സഹായവും അതുപോലെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരവും ഉണ്ടാക്കണം. ചൂട് കൂടിയതോടെ ക്ഷീരമേഖലയും പ്രതിസന്ധി നേരിടുകയാണ്. ജലദൗർബല്യവും തീറ്റപ്പുല്ലിന്റെ കുറവും ക്ഷീരകർഷകരെയും പ്രതിസന്ധിയിലാക്കുന്നു. പാലുൽപാദനവും കുറഞ്ഞു. ജലസേചന സൗകര്യങ്ങൾക്കായി 2 അണക്കെട്ടുകൾ വയനാട്ടിൽ ഉണ്ടെങ്കിലും അവയുടെ പ്രയോജനമൊന്നും കർഷകർക്ക് ലഭിക്കുന്നില്ല. ഇത് 3 വർഷം പ്രായമായ ചെടികളാണ്. 3 വർഷം 4 വർഷം പ്രായമായ ചെടികൾ, പിന്നെ 1 വർഷം പ്രായമായ ചെടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് നിൽക്കുന്ന നിപ്പിൽ ഇത് ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടെ ജലലഭ്യത കുറവുള്ളത് കൊണ്ടാണ്, മഴ താമസിക്കുന്നത് കൊണ്ട് ഇവിടെ ജലലഭ്യത കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം കൊണ്ട് മാത്രമാണ് ഈ ചെടികളെല്ലാം ഉണങ്ങിപ്പോകുന്നത്. കൊടികൾ മാത്രമല്ല, അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കവുങ്ങ് ഉണ്ട്, അതുപോലെ തന്നെ സപ്പോട്ട ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെ ഉണങ്ങി പോവുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിരൂക്ഷമായ വരൾച്ച ഇപ്പോൾ വയനാട് ജില്ലയെ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുള്ളംകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തിൽ അതിരൂക്ഷമായ വരൾച്ചയാണ്. കവുങ്ങുകളൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഇതുവരെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. കൊടികളൊക്കെ ഉണങ്ങുമെങ്കിലും കവുങ്ങൊക്കെ ഇതുപോലെ വലിയ കവുങ്ങുകളൊക്കെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വളരെ ഭയാനകമാണ്. വെള്ളം, അതുപോലെ കുടിവെള്ളമില്ല. പഞ്ചായത്തിലെ ഒരു സ്ഥലത്തും എല്ലാ കിണറ്റിലെയും വെള്ളം പറ്റിയിരിക്കുകയാണ്. അടിയന്തരമായിട്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഇത് ഇടപെട്ടുകൊണ്ട് അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകരെ രക്ഷിച്ചില്ലെങ്കിൽ പഴയ ആത്മഹത്യയിലേക്ക് വീണ്ടും ജനങ്ങൾ കൂപ്പുകുത്തി വീഴുന്ന അവസ്ഥയാണ്. അതിനിടയിൽ ജപ്തിയും മറ്റുള്ള ഭീഷണികൾ വേറെയാണ്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ അടിയന്തരമായി ഇടപെടുകയും മന്ത്രിതലത്തിലുള്ള ആളുകൾ ഇവിടെ നേരിട്ടെത്തി അതിനുള്ള അന്വേഷണങ്ങൾ നടത്തി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ആ വലിയ ഉണക്കിനൊക്കെ ഉണങ്ങിപ്പോയതിന് ഒക്കെ വന്ന് കൊടികൾ എണ്ണിയിട്ട് അവർ അന്നൊക്കെ സർക്കാർ ചെറിയൊരു സഹായം തന്നിരുന്നു. പിന്നീട് ഇപ്പോഴാണല്ലോ ഇങ്ങനെയൊരു വരൾച്ച വന്നത്. അപ്പം അതിലൊന്നും ഒരു പരിഹാരമല്ല. അതൊക്കെ അന്നേരം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സംഖ്യ കിട്ടി, അതപ്പോൾ ഒരു കൃഷിയിലേക്ക് ഉപകരിക്കാനോ ഒന്നും നമുക്ക് ഉതകുന്നില്ലല്ലോ. നമ്മുടെ ലക്ഷ്യം ഈ ജലസേചനം. അതുങ്ങളുടെ കൃഷി നടപ്പാക്കാൻ വിവിധ കൃഷികൾ ഇവിടെ നടത്താം. അതിന് യോജിച്ച മണ്ണ് തന്നെയാണ്. പക്ഷേ ജലം ഇല്ലെന്നുള്ള ഒരു പ്രശ്നം മാത്രം നമ്മുടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം കർഷകരാണല്ലോ. കർഷകർക്ക് കൃഷിഭൂമിയിൽ പണിയെടുക്കണമെങ്കിൽ വെള്ളം തന്നെ ആവശ്യമാണ്. അതിന് ശാശ്വത പരിഹാരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനും കൃഷിനാശം വിലയിരുത്താനുമായി മന്ത്രിതല സംഘം വയനാട് സന്ദർശിക്കണമെന്ന ആവശ്യവും കർഷകർ ഉന്നയിക്കുന്നുണ്ട്.